സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. PM ശ്രീ പദ്ധതിയിൽ വ്യക്തതയില്ലാത്ത നിലപാടാണ് സതീശൻ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. നയപ്രഖ്യാപനത്തിലോ സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിലോ ഒരു വരിയിൽ പോലും കേന്ദ്ര വിമർശനം വരാതിരിക്കാനുള്ള അതീവ ജാഗ്രത എങ്ങനെ സംഭവിച്ചു? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പല്ലും നഖവും ഉപയോഗിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ശക്തിയുക്തം എതിർത്ത പല കാര്യങ്ങളും നടപ്പാക്കാനുള്ള വ്യഗ്രത എന്തിനാണ് എന്നാണ് ചോദ്യം. വിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവെപ്പുകളാണ് സതീശൻ സർക്കാരിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടായത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് എന്നുമാണ് സുപ്രഭാതം വിമർശിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, സതീശൻ സർക്കാരിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുള്ളിൽ തന്നെ ഇങ്ങനെയൊരു വിമർശനം സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. എന്താണ് സമസ്തയെ ചൊടിപ്പിച്ചത്? അഭിലാഷ്, VD സതീശൻ സർക്കാരിനെതിരെ സമസ്തയുടെ ആദ്യ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇതിൽ എഡിറ്റോറിയലിലെ വിമർശനത്തിൽ ഏറ്റവും അധികം അവർ എടുത്തു പറയുന്നതും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളോടുള്ള സതീശൻ സർക്കാരിന്റെ നയങ്ങളാണ്. അതായത് കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം രേഖപ്പെടുത്തുകയോ അതിനെതിരെ നിയമസഭയിൽ ഒരു പ്രസംഗത്തിൽ പോലും അത് പരാമർശിക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല PM ശ്രീയെ സംബന്ധിച്ച് മൃദു സമീപനം VD സതീശൻ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിമർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മുൻപത്തെ സർക്കാരിന് നയങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചവർ ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ വിമർശനങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. PM ശ്രീ പോലെയുള്ള പദ്ധതികൾ സർക്കാർ വ്യക്തതയില്ലാത്ത നിലപാടുകളും അനിശ്ചിതത്വമാണ് നിലനിർത്തുന്നതെന്നും ഇത് പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ല എന്ന് പറയാനാകില്ല എന്നും സുപ്രഭാതം തുറന്ന് എഴുതുന്നു. അതേപോലെ തന്നെ നയപ്രഖ്യാപനത്തിൽ ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിരിക്കാം അതിൽ പരാമർശം ഒഴിവാക്കിയതെങ്കിലും അതിന് ശേഷം നിയമസഭയിൽ ഒരു പ്രസംഗത്തിൽ ഒരു വരി പോലും കേന്ദ്രത്തിന് എതിരെ പറയുവാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ്. എന്താണെങ്കിലും സുപ്രഭാതത്തിലെ ഈ വിമർശനം സ്വാഭാവികമായിട്ടും സമസ്തയുടെ ഒരു തുറന്നു പറച്ചിലായിട്ട് തന്നെ വേണം കാണുവാൻ.